നമ്മുടെ ഈ RCMന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ദിവസം തുടങ്ങുമ്പോൾ 5 മണിക്കെങ്കിലും നമുക്ക് 5:30 ആകുമ്പോൾ നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കണമെങ്കിൽ 5 മണിക്കെങ്കിലും എഴുന്നേക്കണം, അല്ലെ 5 മണിക്ക് മുമ്പ് എങ്കിലും എഴുന്നേറ്റ് നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ സജീവമായിട്ട് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിക്കൂ. സജീവമായി നമ്മൾ ഈ പങ്കെടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒരു ദിവസം അതിന്റെ തുടക്കത്തിൽ നമുക്കിന്ന് പറയാവുന്നതിലെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഒരു ദിവസം തുടങ്ങുന്നത് നല്ല ആരോഗ്യത്തെക്കുറിച്ചും നല്ല സമൂഹത്തെക്കുറിച്ചും നല്ല വ്യക്തികളെക്കുറിച്ചും നല്ല രാജ്യത്തെക്കുറിച്ചും നല്ല സമൂഹത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അതുതന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് നമുക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഈ ഒരു പ്രോഗ്രാമില് പങ്കാളികളാകുക, പ്രോഗ്രാമുകളിൽ സംസാരിക്കുക, കേൾക്കുക, ഇതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ആ ഒരു വികസനത്തിന് കാരണമാകും. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നമ്മളിൽ ഉണ്ടാകും. ആ ചിന്താഗതികളാണ് നമ്മളെ നാളുകളിലേക്ക് നല്ല രീതിയിൽ നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നെ റെജിമോൻ സാറ് പരിചയപ്പെടുത്തി. കുറച്ച് എല്ലാവർക്കും തന്നെ അറിയാം. പരിചിതമല്ലാത്ത ആൾക്കാർ പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കാം. അവർക്ക് വേണ്ടി ഞാനത് പരിചയപ്പെടുത്തുകയാണ് ഔപചാരികതയുടെ പേരില്. പേര് ഷാജി അഗസ്റ്റിൻ, സ്വദേശം പാലായാണ്. ഇപ്പോൾ ഞാൻ അതിരമ്പുഴയിലാണ് താമസിക്കുന്നത്. ഏകദേശം പരമ്പരാഗതമായ കൃഷി സംസ്കാരവും ഒപ്പം കുറച്ച് കച്ചവടവും ഒക്കെയായിട്ട് വിദ്യാഭ്യാസത്തിന് ശേഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആ ഒരു അവസരത്തിലാണ് ഞാൻ RCMനെ ഔപചാരികമായി പരിചയപ്പെടുന്നത്. ജോൺ സാർ പറഞ്ഞതുപോലെ ഒരു ചായ കുടിച്ചാണ് ഞാൻ RCMൽ എത്തിയതെന്ന് പറയാം. ഒരു ചായപ്പൊടിയാണ്, അല്ലെ ചായയാണ് ഞാൻ ആദ്യം RCMന്റെ പ്രൊഡക്റ്റിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ആ ചായ കുടിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും അതിന്റെ രുചി ഇന്നും എന്താ പറയുന്നത് നാവിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് അത്ഭുതമില്ല. കാരണം ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ദിവസം ഒരു 2 ചായയെങ്കിലും കുടിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അന്ന് ഒരു ദിവസം വൈകുന്നേരം ഒരു സുഹൃത്തിനാൽ ഒരു ഷോപ്പിലേക്ക്, RCMന്റെ ഷോപ്പിലേക്ക് കടന്നു ചെന്നപ്പം അവിടെ ആ ഷോപ്പിന്റെ ഉടമ എന്റെ സ്പോൺസറും കൂടിയായ, അല്ലെങ്കിൽ എന്റെ ലീഡറും കൂടിയായ ജോസിമോൻ ലൂക്കോസ് അതിരമ്പുഴയിൽ നടത്തിയിരുന്ന ആ RCM ഷോപ്പിലേക്ക് ഔപചാരികമായി, അന്ന് എനിക്ക് പരിചയമില്ല, ഔപചാരികമായി കടന്നു ചെന്ന് അദ്ദേഹത്തിന് കുടിക്കാൻ അതിലെ സുഹൃത്തുക്കൾ ചെല്ലുമ്പോൾ മാത്രം വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്നതല്ലാത്ത ആ ചായ കുടിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഒപ്പം ആ ഷോപ്പിൽ കണ്ട ജസ്റ്റ് മിനിറ്റ് ഞാൻ പുറത്തുനിന്ന് ഒരാള് കയറി വന്നതാണ്. ഓക്കെ, അപ്പം ആ ചായ കുടിച്ചപ്പോൾ ഉണ്ടായ അനുഭവം, ഒപ്പം ആ ഷോപ്പിൽ ഞാൻ കണ്ട RCMന്റെ ഉൽപ്പന്നങ്ങൾ, അന്ന് വരെ കണ്ടു പരിചിതമല്ലാത്ത ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അവിടുന്ന് പറയുന്നത് ഇത് RCM എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഉൽപ്പന്നങ്ങളൊന്നും പുറത്ത് കണ്ടിട്ടില്ലല്ലോ, ഇതിനെക്കുറിച്ചൊരു പരസ്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ലല്ലോ, വേറെ ഒരിടത്ത് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്, പരസ്യങ്ങളില്ല, ഇടനിലക്കാരില്ല. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ചിത്രം എൻ്റെ മനസ്സിൽ വന്നു. അത്തരം കമ്പനികൾ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലതിലൊക്കെ നമ്മൾ ചെന്ന് പെട്ടിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചോദിക്കാൻ തോന്നിയില്ല. ചായ കുടിച്ചു. എന്തോ ആ ഒരു പരിചയത്തിന്റെ പേരിൽ അല്പം ആദ്യമായി പരിചയപ്പെടുന്നതിന്റെ പേരിൽ എന്തൊക്കെയോ ഒന്ന് രണ്ട് ഉൽപ്പന്നങ്ങൾ അവിടുന്ന് വാങ്ങി തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. എന്തായാലും ആ ഒരു തുടക്കം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയാം. കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിർബന്ധപൂർവം ഉള്ള 4-5 പ്രാവശ്യത്തെ നിർബന്ധത്തിന് വഴങ്ങി RCMന്റെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിലും പങ്കെടുക്കാനിടയായി. അതാണ് ഒരു വലിയ വഴിത്തിരിവായത്. അതുവരെ ഞാൻ RCMനെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. അത് മറ്റാരുടേതും അല്ല, നമ്മുടെ സഫയർ മൂർത്തി സാറിന്റെ ഒരു മീറ്റിംഗ് ആണ് കോട്ടയത്ത് വെച്ച് നടന്നത്. അവിടെ വെച്ചാണ് ഞാനൊരു തീരുമാനമെടുക്കുന്നത്. തീർച്ചയായും ആ തീരുമാനം ഇന്നിവിടെ നിൽക്കുന്നു. RCMന്റെ സ്റ്റാർ അച്ചീവറാണ്. ഒപ്പം RCMനെ കൂടുതൽ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കുന്ന രീതിയിൽ ഇപ്പോഴും സജീവമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ലക്ഷ്യത്തോടെ എൻ്റെ മനസ്സിലും ഒരു ലക്ഷ്യമുണ്ട്. RCMനെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. ഒപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഉണർവെന്ന പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം തന്ന രജിമോൻ സാറിന് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം ഈ ഒരു പ്രസ്ഥാനത്തെ നമ്മളിലേക്ക് തന്ന 1977 സ്ഥാപിതമായ ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ാണ് RCM എന്ന പ്രസ്ഥാനത്തിന് നന്ദി കുറിക്കുന്നത്. ആ കുടുംബത്തോടും ഒപ്പം ഈ ഒരു പ്രസ്ഥാനത്തെ നമ്മൾ ഓരോരുത്തരിലേക്ക് എത്തിച്ചത് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ്, അവരോരോരുത്തർക്കും ഈ അവസരത്തിൽ നന്ദിയും ഒപ്പം അവരെ സ്മരിച്ചുകൊണ്ടും ഒപ്പം ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന നമ്മുടെ മെന്ററായിട്ടുള്ള സാറാംറാൾഡ് ബാബു സാറ്, ഒപ്പം ജെമിനി മാഡം, അതുപോലെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള ജോസ് കൈപ്പുഴ സാറ്, അതുപോലെ എന്നെ RCMലേക്ക് കൊണ്ടുവന്ന ജോസിമോൻ സാറ്, ഒപ്പം ഈ പ്ലാറ്റ്ഫോമിനെ നമുക്ക് വേണ്ടി ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്ന രജിമോൻ സാറ്, ഒപ്പം ലീഡേഴ്സ് ആയിട്ടുള്ള പ്രദീപ് സാറ്, ശ്രീലത ടീച്ചറ്, സിമി മാഡം, ഒപ്പം എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും, ഓരോരുത്തർക്കും ഈ പ്രോഗ്രാം കേൾക്കാനെത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് RCMനെ കുറിച്ച് സംസാരിക്കാം. അത് എന്താണെന്ന് വെച്ചാല്, RCM എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്, അപരിചിതമായ ഒരു കാര്യമാണ്. RCM എന്ന് പറയുന്ന കമ്പനിയും അപരിചിതമാണ്, അല്ലെങ്കിൽ RCMന്റെ പ്രവർത്തന രീതി അപരിചിതമാണ്. അതൊക്കെ ഇന്ന് കേട്ടിട്ടില്ലാത്തവര് ധാരാളമുണ്ട്. അപ്പൊ അതുകൊണ്ട് RCMനെ കുറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാത്തവരോടാണ് നമ്മൾ പറയേണ്ടത്. അവിടെ നമുക്ക് കുറച്ച് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമൊന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, അതിൽ നമുക്ക് വൈദഗ്ധ്യം നേടേണ്ടിയിരിക്കുന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആശയവിനിമയം. എന്തിനാണ് RCMൽ ആശയവിനിമയത്തിന് പ്രാധാന്യമുണ്ടോ? ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് RCMൽ ആശയവിനിമയം എന്ന് പറയുന്നത്. കാരണം എന്താണ്? RCM അടിസ്ഥാനമായി നിലനിൽക്കുന്നത് തന്നെ ഇടനിലക്കാരും പരസ്യങ്ങളും ഇല്ലാത്ത ഒരു വിപണന രീതിയിലാണെന്ന് നമുക്കറിയാം. അവിടെ ഇടനിലക്കാരുടെയും പരസ്യങ്ങളുടെയും ജോലിയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. അവിടെ ആശയവിനിമയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതെങ്ങനെ നിർവഹിക്കും, എങ്ങനെ നല്ല രീതിയിൽ നിർവഹിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ളത്? എന്താണ് RCM? എന്തിനാണ് RCM? എങ്ങനെയാണ് RCM? ഈ 3 കാര്യങ്ങളെ നല്ല രീതിയിൽ RCMനെ അറിയത്തില്ലാത്ത ആളുകളോട് നമുക്ക് വളരെ വ്യക്തമായും കേൾക്കാൻ ഇമ്പമായ ഉള്ള രീതിയിലും
അവർക്ക് കേൾക്കാനോ എത്രമാത്രം അവർക്ക് കേൾക്കാൻ ശക്തിയുണ്ടോ ആ ഒരു രീതിയിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതിലാണ് നമ്മുടെ മികവ് എന്ന് പറയുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി ഒരല്പം പ്രാക്ടീസോടുകൂടി നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. കുറെ അറിവുകൾ നമുക്ക് നേടേണ്ടിയിരിക്കുന്നു. അതിന് കുറെ അഭ്യാസങ്ങൾ പരിശീലനങ്ങൾ നമുക്ക് നേടേണ്ടിയിരിക്കുന്നു. ആദ്യം അറിവുകളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അറിവുകൾ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ തീർച്ചയായിട്ടും ഒന്ന് അറിവും വിശ്വാസവും. ഒന്ന് നമ്മളിലുള്ള ഒരു വിശ്വാസം. ആ നമ്മളിലുള്ള വിശ്വാസം തീർച്ചയായിട്ടും കൂട്ടിയെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം എനിക്കിത് സാധിക്കും, എനിക്കിത് പറയാൻ സാധിക്കും എന്നുള്ള കാര്യം, എനിക്കിത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മൾ കൂട്ടിയെടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏത് പ്രസ്ഥാനത്തിലാണോ പ്രവർത്തിക്കുന്നത് ആ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസം നമ്മൾക്ക് ഏറിയ തലത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനെല്ലാം വേണ്ടത് അറിവാണ് വേണ്ടത്. ആ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള അറിവ്, RCM എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള, അതിന്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള, അതിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള, അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് നമുക്കുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് അടുത്തൊരു പ്രധാന ഘടകമായ ആത്മവിശ്വാസം ഉണ്ടാകുകയുള്ളൂ, കോൺഫിഡൻസ് ഉണ്ടാകുകയുള്ളൂ. ആ കോൺഫിഡൻസോടെ മാത്രമേ നമുക്ക് ഒരാളോട് നമ്മുടെ ആശയത്തെ വിനിമയം ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കോൺഫിഡൻസ് ഉയർത്തണമെങ്കിൽ തീർച്ചയായും നമുക്ക് അറിവ് സമ്പാദിച്ചേ പറ്റുകയുള്ളൂ. അറിവ് സമ്പാദിച്ചാൽ മാത്രം പോരാ, അതിനെ വ്യക്തമായ രീതിയിൽ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു സ്കില്ല് നമ്മൾ നേടണം. അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ആ സ്കില്ല് നമുക്ക് നേടാനായിട്ട് അതിന്റെ നിരന്തരമായ പ്രാക്ടീസിലൂടെ, പറച്ചിലിലൂടെ മാത്രമേ നേടുകയുള്ളൂ. അത് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാം. അതിൽ നിന്നെല്ലാം ആ തെറ്റുകളെയൊക്കെ തിരുത്തിക്കൊണ്ട് വീണ്ടും 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 നമുക്ക് പറയുമ്പോഴാണ് നമ്മൾ മികച്ച ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവരായി നമ്മൾ മാറുന്നത്. അപ്പൊ എന്താണ് RCM എന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക. പരമ്പരാഗതമായി നമ്മൾ ഇതുവരെ തുടർന്നു പോകുന്ന അടിക്കടി വിലക്കയറ്റമുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ച്, അതിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചോ വ്യക്തമായി ധാരണയില്ലാത്ത പരമ്പരാഗത വിപണന രീതിയിൽ, ഇടനിലക്കാരും പരസ്യങ്ങളും ഉൾപ്പെട്ട വിപണന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇടനിലക്കാരോ കമ്പനികളോ ഇടപെടൽ ഇല്ലാതെ 100% ഉൽപ്പന്നങ്ങൾക്ക് ശുദ്ധത വരുത്തിക്കൊണ്ട്, ക്വാളിറ്റി വരുത്തിക്കൊണ്ട്, വിലക്കുറവ് വരുത്തിക്കൊണ്ട്, ഇടനിലക്കാരെ പരസ്യങ്ങളെ ഒഴിവാക്കി, ഏതാണ്ട് 70% കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇടനിലക്കാരെ പരസ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു വിപണന രീതി, ഉപഭോക്താക്കളുടെ സഹകരണത്തോടെ അവർക്ക് ആരോഗ്യം നൽകിക്കൊണ്ട്, വരുമാനം നേടാനുള്ള അവസരം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിപണന രീതിയാണ് RCMന്റേതെന്ന് നമുക്ക് ലളിതമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഏതൊരു ഉപഭോക്താവിനും RCMന് പ്രസക്തി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവണം, അവർക്ക് കാര്യമുണ്ടെന്ന് മനസ്സിലാകണം. RCMൽ എല്ലാവർക്കും കാര്യമുണ്ടെന്ന് മനസ്സിലാകണം. ആ ഒരു രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പൊ അതിനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ നേടണം. ഏതെല്ലാം തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്? അതിലൊന്നാമത്തേതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സംസാരിക്കുന്ന രീതി, സംസാരിച്ചുകൊണ്ട് മറ്റൊരാളിലേക്ക് നമ്മുടെ ആശയത്തെ കൊടുക്കുന്ന രീതിയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ സംസാരിക്കുന്ന രീതി. രണ്ടാമത്തേതാണ് ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് ആശയം കൈമാറുന്ന രീതി. അതിലും നമുക്ക് ആ ഒരു രീതിയിൽ ഒരു കാര്യത്തെ മോശമായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിലും ഒക്കെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. അതുപോലെയുള്ളതാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ആ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? നമ്മൾ ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന ഈ സൂം പ്രോഗ്രാം തന്നെ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമുക്ക് നിരന്തരം നമ്മൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയതെല്ലാം ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. ഇതെല്ലാം എത്രമാത്രം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്തതാണ് പ്രിന്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ബ്രോഷറുകൾ, നമ്മുടെ പ്ലാൻ ബുക്ക്, അതുപോലെ നമ്മുടെ ഈയിടെ ഇറങ്ങിയിരിക്കുന്ന കാലണ്ടർ ഒക്കെ അതൊരു പ്രിന്റഡ് കമ്മ്യൂണിക്കേഷനാണ്.
അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യം നേടേണ്ടത് ആ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലാണ്. നമ്മളൊരു മാർക്കറ്റിംഗ് പ്രൊമോട്ടറാണ്. ആ മാർക്കറ്റിംഗ് പ്രൊമോട്ടർക്ക് നമുക്ക് വ്യക്തമായി കാര്യങ്ങൾ പറയാനുണ്ടാവണം. സംശയങ്ങളെ ദൂരീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ അത് കേട്ടിട്ടില്ലാത്തൊരു വ്യക്തിയിലേക്ക്, ധാരാളം സംശയങ്ങളുള്ള വ്യക്തിയിലേക്ക് ഈ കാര്യത്തെ നമുക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ നമ്മളൊരു ആശയത്തെ പ്രകടിപ്പിക്കുമ്പോൾ നമ്മളെ കേൾക്കാനിരിക്കുന്ന വ്യക്തിയെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കും. അവിടെയാണ് RCMന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചില എന്താ പറയുന്നത് കോണിപ്പടികൾ, അല്ലെങ്കിൽ അതിന് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തന്നിരിക്കുന്ന ചില നിയമങ്ങൾ ഒക്കെ ഉണ്ട്. അതിനെ 6 ബേസിക്സ് എന്നും 8 കോൺസെപ്റ്റ്സ് എന്നും 7 കാർഡിനൽ റൂൾസ് എന്നും ഒക്കെ വിളിച്ചുകൊണ്ട് 21 ഗോൾഡൻ നിയമങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ബിസിനസ്സായി ഏറ്റെടുത്ത്, ബിസിനസ് എന്ന് ഇപ്പോൾ നമ്മൾ പറയാറില്ല, RCM അഭിയാനം എന്നാണ് പറയുന്നത്. RCMനെ പ്രചരിപ്പിക്കുക, രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി RCMന്റെ സന്ദേശത്തെ പ്രചരിപ്പിക്കുക ആണ് ചെയ്യുന്നത്. അതിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ അടിസ്ഥാന പ്രമാണമാണ് 6 ബേസിക്സ് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളെ 100% ഉപയോഗിക്കുക, ഒപ്പം പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് RCMന്റെ അഭിയാന്റെ അല്ലെങ്കിൽ ബിസിനസിന്റെ അടിസ്ഥാന തത്വം. യൂസ് ആൻഡ് പ്രൊമോട്ട്. ഈ 2 കാര്യം നടന്നാൽ മാത്രം മതി. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ പോലും നമുക്ക് അറിവുണ്ടായിരിക്കണം, അതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴും നമുക്ക് അറിവുണ്ടായിരിക്കണം. അതിൽ രണ്ടാമത്തെ കാര്യമാണ് ഇതിൽ പറയേണ്ട ഏറ്റവും പ്രസക്തമായ കാര്യം. 6 ബേസിക്സിലെ രണ്ടാമത്തെ കാര്യം അതെന്താണ്? മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ഡ്രീംസ് ആൻഡ് പ്രോസ്പെക്ട്സ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങളെ എഴുതി വെക്കാൻ പറയുന്ന ഏക പ്രസ്ഥാനം, എഴുതി വെച്ച് മുന്നേറാൻ പറയുന്ന ഏക പ്രസ്ഥാനം RCM മാത്രമാണ്. നമ്മുടെ സ്വപ്നങ്ങൾ എത്രമാത്രം വലുതായിരിക്കാം എന്നുള്ളത് ആർക്കും പറയാൻ സാധ്യമല്ല. ആ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ പര്യാപ്തമായ പ്രസ്ഥാനമാണ് ഇതെന്ന് പറയാൻ RCMന് ഒരു മടിയില്ല. കാരണം RCM അത്രമാത്രം ശക്തമാണ്. ഏതൊരു സ്വപ്നത്തെയും നേടിയെടുക്കാൻ, അവരുടെ പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കാൻ, RCMിലൂടെ നേടിയെടുക്കാൻ സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് RCMനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായി നിങ്ങളുടെ ഡ്രീമിനെ എഴുതി വെച്ചോളൂ. എഴുതി വെച്ചിട്ട് നിങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി, കഠിനമായി അറിവ് നേടിക്കൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കൂ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നത് എൻ്റെ കാര്യം അത് തന്നെയാണ്. ഒപ്പം പറയുന്നു മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡ്രീംസ് ആൻഡ് പ്രോസ്പെക്ട്സ് എന്നാണ് പറയുന്നത്. അതെ, അവിടെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം, പ്രോസ്പെക്ട്സ്. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രീമിനെ നേടിയെടുക്കാനായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ സ്വപ്നത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ നമുക്ക് വേണം. അവര് എത്തരത്തിലുള്ള ആൾക്കാരായിരിക്കണം? അവർക്കും സ്വപ്നങ്ങളുള്ളവരായിരിക്കണം. അവരുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ നമ്മൾ സഹായിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ആ സ്വപ്നങ്ങളെ, അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളെ, ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് എന്താ പറയുക, സ്വപ്നങ്ങളെ എഴുതി വെക്കാൻ സഹായിച്ചുകൊണ്ട്, അവർക്ക് സ്വപ്നങ്ങളെ പറഞ്ഞു കൊടുത്തുകൊണ്ട്, അവരുടെ പ്രവർത്തനങ്ങളെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ്സ് ആയി, ഒരു എന്താ പറയുക, ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീമായി മുന്നോട്ട് പോകുന്ന ഒരു പറ്റം ആൾക്കാരെ കണ്ടെത്തുന്നതാണ് നമ്മുടെ പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഒപ്പം നമ്മുടെ സ്വപ്നങ്ങളെ അതോടൊപ്പം നേടിയെടുക്കാൻ സഹായിക്കുന്നവരാണ് നമ്മുടെ പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. അവരുടെ ലിസ്റ്റാണ് നമുക്ക് എഴുതാൻ പറയുന്നത്. ആ ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിവുള്ള മുഴുവൻ ആൾക്കാരുടെ പേര് നമ്മൾ എഴുതി ചേർക്കുമ്പോൾ അവരെല്ലാം വ്യത്യസ്തരാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. വ്യത്യസ്ത സ്വഭാവക്കാരാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്, വ്യത്യസ്ത ജീവിത അന്തസ്സുള്ളവരാണ്. അവരോടെല്ലാം സംസാരിക്കുന്നത് നമ്മളാണ്. നമ്മളെന്ന വ്യക്തി സംസാരിക്കുമ്പോൾ, ഈ വ്യത്യസ്തരായ ആൾക്കാരോട് എല്ലാം സംസാരിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു രീതിയിൽ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്.
നമ്മൾ സംസാരിക്കുന്ന നമ്മളെ കേൾക്കുന്ന വ്യക്തി ഏത് നിലയിൽ ജീവിക്കുന്നവരാണ്, ഏത് ജീവിത സാഹചര്യത്തിലുള്ളവരാണ്, എത്ര തരത്തിലുള്ള വിദ്യാഭ്യാസമുള്ളവരാണ്, ഏത് സംസ്കാരമുള്ളവരാണ് എന്ന് അവരെ തിരിച്ചറിഞ്ഞു വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ. RCMനെ കുറിച്ച്, RCMന്റെ സാധ്യതയെക്കുറിച്ച്, RCMന്റെ ആരോഗ്യ ലക്ഷ്യങ്ങളെക്കുറിച്ച്, RCMന്റെ സ്വാശ്രയത്വത്തെക്കുറിച്ച്, RCMന്റെ മുഴുവൻ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഒക്കെ അവരോട് പറയുമ്പോൾ അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കി വേണം നമ്മൾ പറയാൻ. അതാണ് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിലുപരി നമ്മൾ നല്ലൊരു കേൾവിക്കാരനായി മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾക്ക് കേൾക്കാൻ 2 ചെവി തന്നിട്ടുണ്ട്, പറയാൻ 1 നാവേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കേൾക്കേണ്ടതുണ്ട്, എന്നിട്ട് കുറച്ച് പറയേണ്ടതുണ്ട്. അപ്പോൾ അവരെ കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ സാഹചര്യങ്ങളെ ഒക്കെ അവർ ഒരു പക്ഷേ നമ്മളോട് പറഞ്ഞേക്കാം. അതെല്ലാം കേൾക്കാനുള്ള ക്ഷമയോടെ കേട്ടിട്ട് അവർക്ക് വേണ്ടത് എന്താണോ, അവർക്ക് അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്ന് എന്തൊക്കെയാണോ നമുക്ക് മനസ്സിലാകുന്നത്, അതിൽ നിന്നുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അത് തീർച്ചയായിട്ടും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. അല്ലാതെ നമ്മൾ പറയുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഈ കൺസെപ്റ്റിലേക്ക് വരാൻ ഒരുപക്ഷെ വിമുഖത കാണിക്കുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരെയും RCMലേക്ക് എത്തിച്ചേക്കാം എന്നൊന്നും നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. എല്ലാ മനുഷ്യരും അതിന് തയ്യാറുള്ളവരുമല്ല. കാരണം RCMല് എന്താ പറയുന്നത്, കാര്യങ്ങളെ വിശദീകരിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ ഒരു മെച്ചപ്പെട്ട ജീവിത രീതിയെക്കുറിച്ച് ഇതുവരെ ചിന്തിക്കാത്തവരോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ചിന്താഗതികൾ ഉള്ളവരോ ഒക്കെ ഉണ്ട്. RCMന്റെ ലക്ഷ്യങ്ങളോട്, RCMന്റെ ആശയങ്ങളോട്, ആരോഗ്യപരമായ ജീവിതത്തോട്, നല്ല ഉൽപ്പന്നങ്ങളോട്, ഇന്നത്തെക്കാലം മെച്ചപ്പെട്ട ഒരു ജീവിത അന്തസ്സ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് RCM അതിന് പര്യാപ്തമായ ഒരു മേഖലയാണ്, അതിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും വരുന്നത്. അല്ലാത്ത ആൾക്കാരൊന്നും RCMലേക്ക് വരണമെന്ന് നിർബന്ധമില്ല, വരില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ 100% ആൾക്കാരെയും RCMലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു RCMന്റെ ലക്ഷ്യങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമുക്ക് തിരിച്ചറിഞ്ഞ് RCMന്റെ ആശയത്തെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ മതി. അതിനെയാണ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആവശ്യമുള്ളത്. കാരണം നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞാൽ പലർക്കും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അവരെ നമുക്ക് വിട്ടേക്കണം. കാരണം എന്താ പറയുന്നത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് അല്ലെങ്കിൽ അതിനെ ഒരു യാത്രാ വാഹനമായി മാത്രം അല്ലെങ്കിൽ ചരക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാഹനമായി അവരിവിടെ അവതരിപ്പിച്ചപ്പോൾ നമ്മളിൽ പലർക്കും മനസ്സിലാകാതെ ഇന്ത്യയെ മൊത്തത്തിൽ വലിച്ചുകൊണ്ട് കൊണ്ടുവന്നൊരു എന്തോ ഒരു സാധനമാണെന്ന് മനസ്സിലാക്കിയ ആൾക്കാരുമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ കൃത്യമായി ഒരു കാര്യത്തെ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ എല്ലാവരെയും RCMലേക്ക് കൊണ്ടുവരാം എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല, അവരെ വിട്ടേക്കുക. പക്ഷേ നമ്മളുടെ ശരിയായ ആശയത്തെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മവിശ്വാസത്തോടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക, അതിന് അറിവ് നേടുക, നമ്മളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക, RCM എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള അറിവും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള സ്കില്ല് നേടുക. പിന്നെ ഉള്ളൊരു കാര്യമാണ്, വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കണം. നമ്മുടെ മുമ്പിലുള്ള ആള് ഏത് നിലവാരത്തിലുള്ള ആളെന്ന് മനസ്സിലാക്കി വളരെ ലളിതമായ ഭാഷയിൽ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഒപ്പം അവർക്ക് വേണ്ടത്, അവർക്ക് സ്വീകരിക്കാൻ എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് കാര്യം മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. നല്ല നിലയിലുള്ള വിദ്യാഭ്യാസമുള്ള വ്യക്തിയോട് അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയോട് RCMന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള കുറിച്ചുള്ള സയൻസ് പരമായ കാര്യങ്ങളൊക്കെ കുറിച്ച് കൂടുതലായി വിശദീകരിക്കാൻ നമുക്ക് സാധിക്കുമായിരിക്കാം. അവർക്കത് മനസ്സിലാക്കാനും സാധിക്കുമായിരിക്കാം. എന്നാൽ വളരെ സാധാരണക്കാരായ ആൾക്കാരോട് ഒരുപക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ
അവർക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കത് എന്തോ അപ്രാപ്യമായ കാര്യമാണെന്നുള്ള കാര്യമായിരിക്കാം അവർക്ക് അത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം വരാൻ അവർക്ക് ഉള്ളിൽ ഒരുപക്ഷെ നമ്മളെ നിരസിക്കാൻ തന്നെ കാരണമായേക്കാം. അപ്പോൾ എത്രമാത്രം ലളിതമായി നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളിന്റെ സാഹചര്യം, അവരുടെ അവസ്ഥ അനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വാട്ട് ഈസ് RCM, അതുപോലെ എന്തിനാണ് RCM, എങ്ങനെയാണ് RCM, ഈ 3 കാര്യമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് RCM എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ് RCM എന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതെ, ഇന്ന് സാധാരണ ഒരു ജീവിത രീതിയിൽ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. നമുക്ക് ഇന്നെല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആക്റ്റീവ് ഇൻകമാണ്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഒരു തൊഴിൽ ചെയ്യുന്നവർക്ക് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആക്റ്റീവ് ഇൻകമാണ്. ജോലി ചെയ്യുമ്പോൾ മാത്രം അന്നോ അല്ലെങ്കിൽ പ്രതിമാസമോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആക്റ്റീവ് ഇൻകമാണ്. ആ ആക്റ്റീവ് ഇൻകം നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അത് നിന്നു പോവുകയും നമ്മുടെ ജീവിതത്തിൽ പല തകിടം മറിച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജീവിത രീതിയാണ് നമ്മൾ തുടർന്നു പോരുന്നതെങ്കിൽ RCM എന്ന പ്രസ്ഥാനത്തിലൂടെ നമുക്ക് മറ്റൊരു വരുമാന സംസ്കാരം തന്നെ നമുക്ക് വലിയ രീതിയിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ആ പാസീവ് ഇൻകം നേടാനുള്ള അവസരം RCM-ലുണ്ട് എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ആക്റ്റീവ് ഇൻകം നേടാനും ഒപ്പം പാസീവ് ഇൻകം നേടാനും RCM-ലൂടെ കിട്ടുന്ന വരുമാനത്തിലൂടെ അതൊരു പാസീവ് ഇൻകമായി മാറ്റാനും ഒപ്പം ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ RCM-ന്റെ മാർക്കറ്റിംഗ് പ്ലാൻ വരച്ച് കാണിച്ചുകൊണ്ട് നമുക്ക് സാധിക്കണം. അതിന് കൃത്യമായ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ വിനിമയ ഒരു സ്കില്ല് നമുക്ക് നേടിയേ പറ്റുകയുള്ളൂ. അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മളെ കേൾക്കുന്ന പലർക്കും RCM എന്താണെന്ന് മനസ്സിലാകാത്തത്, RCM-ന്റെ അവസരം എന്താണെന്ന് മനസ്സിലാകാത്തത്, RCM നമുക്ക് അപ്രാപ്യമായി പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്ന അവസരത്തിൽ അതിനേക്കാൾ ഉപരി നല്ലൊരു കേൾവിക്കാരനാകുക എന്ന് ഞാൻ പറഞ്ഞത്. അവരുടെ പ്രശ്നങ്ങളെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. കേട്ട് മനസ്സിലാക്കി വേണം നമുക്ക് അവരോട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്ത് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആവശ്യത്തിന് മാത്രം പറയുക. ഒരിക്കലും അത് പരന്ന ഭാഷയിലാവരുത്, പരത്തി പറയരുത്. ആവർത്തന വിരസത ഉണ്ടാകാൻ പാടില്ല, അവരെ മുഷിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ഭാഷയിൽ നമ്മുടെ ആശയത്തെ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ആ ചുരുങ്ങിയ ഭാഷയാണ് ഏറ്റവും നല്ലത്. അതിന് ബെറ്റർ ഒരു ഉദാഹരണം എനിക്ക് തോന്നുന്നത്, ഞാൻ കേട്ടൊരു കാര്യമാണ്. രാമായണത്തില് ഒരു കാര്യം, സീതയെ രാവണൻ കട്ടുകൊണ്ട് പോകുന്നു. ആകപ്പാടെ അങ്കലാപ്പായി, കൊട്ടാരത്തിൽ അങ്കലാപ്പായി. ശ്രീരാമനും പരിവാരങ്ങളും ഒപ്പം രാജകൊട്ടാരത്തിലെ മറ്റംഗങ്ങളും ഒക്കെ ആകപ്പാടെ ദുഃഖിതരാകുന്നു. ഉടൻ തന്നെ സീതയെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനായിട്ട് കണ്ടെത്താനായിട്ട് നിയോഗിക്കുന്നത് ശ്രീരാമന്റെ ഭക്തനായ, ഏറ്റവും അടുപ്പക്കാരനായ ഭക്തനായ ഹനുമാനെയാണ്. ആ ഹനുമാൻ തീർച്ചയായിട്ടും ആ കർത്തവ്യം വളരെ സന്തോഷപൂർവ്വം, വളരെ സ്വന്തം കടമയാണെന്നുള്ള വിശ്വാസത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് അതിനായി പുറപ്പെടുകയാണ്. ആ ഹനുമാൻ പുറപ്പെട്ട് ആ സീതയെ കണ്ടെത്തി തിരിച്ചു വരുന്ന ഘട്ടത്തിൽ വളരെ ആകാംക്ഷാപൂർവ്വം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ വളരെ ആകാംക്ഷാപൂർവ്വം ശ്രീരാമൻ ഹനുമാനോട് ചോദിക്കുകയാണ്, സീതയെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഹനുമാൻ പറഞ്ഞ ആ മറുപടിയാണ് ഏറ്റവും ഏറ്റവും കൃത്യമായ ചുരുങ്ങിയ ഭാഷയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്.
ഹനുമാൻ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ഉദാത്തമായ കമ്മ്യൂണിക്കേഷൻ, ചുരുങ്ങിയ ഭാഷയുള്ള കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അതിതാണ് പറഞ്ഞത്, 3 വാക്കുകൾ: കണ്ടു ഞാൻ സീതയെ. അതെ, ഹനുമാൻ പറഞ്ഞത് കണ്ടു ഞാൻ സീതയെ. ആദ്യത്തെ വാക്ക് കണ്ടു. കണ്ടോ എന്നാണ് ചോദിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ടോ ഇല്ലയോ. കണ്ടു. അവിടെ അതിന് പിന്നെ മറുചോദ്യത്തിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ വാക്കാണ് ഞാൻ. അതെ, എന്നെയാണ് നിങ്ങൾ പറഞ്ഞയച്ചത്, കണ്ടത് ഞാനാണ്. അവിടെ മറ്റൊരാളാണ് കണ്ടത്, ഞാൻ അവിടെ അങ്ങനെ ഒരാൾ കണ്ടു എന്ന് പറയുന്നത് കേട്ടു എന്ന് നല്ല പറഞ്ഞത്. കണ്ടു ഞാൻ. അവിടെയും സംശയത്തിന്റെ പ്രശ്നമില്ല. പിന്നെ ആരെ കാണാനാണ് പോയത്? ആരെ കണ്ടെത്താനാണ് പോയത്? സീതയെ. കണ്ടു ഞാൻ സീതയെ. ആ 3 വാക്കുകൊണ്ട് ആ ഒരു കാര്യം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ മറ്റൊന്നും അവിടെ ചോദ്യത്തിന് കാര്യമില്ല, പ്രസക്തിയില്ല. ആ 3 വാക്കിൽ കൃത്യമായ മറുപടി കൊടുത്തു. അതാണ് ഏറ്റവും ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. ഉദാഹരണമായി പറയുന്നത്, ഇത് നടന്ന സംഭവമാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ, കഥയായി പറയുന്നതാണ്. പക്ഷേ കണ്ടു ഞാൻ സീതയെ പൂർണ്ണമായ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗം. പക്ഷേ ഇവിടെ നമ്മളാണെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മളാണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ്, സീതയെ കണ്ടോ ചോദിച്ചപ്പോൾ, എൻ്റെ രാമേട്ട, ഞാൻ അവിടെ ചെന്നിറങ്ങി. അവിടെ ചെന്നപ്പോൾ ഇതാ ഹർത്താലായിരുന്നു. അവിടെ ഒരു വണ്ടി പോലും കിട്ടിയില്ല, ഓട്ടോറിക്ഷക്കാർ പോലും ഇല്ല. ഞാൻ പിന്നെ നടന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു കട പോലും ഇല്ല. ഞാൻ അവിടുന്ന് നടന്ന് അവിടെ ചെന്നപ്പോൾ ചെറിയ ചായകടയിൽ കയറി. അവരോട് ഞാൻ ചോദിച്ചപ്പം അവര് ഇത് പറയുന്ന പോലെ അവിടെ കടയടവാണ്, ഓട്ടോറിക്ഷക്കാരൻ ഇരട്ടിക്കൂലി ചോദിച്ചു. ഞാൻ അങ്ങനെ പോയി. എന്നാലും നമ്മളോട് ചോദിക്കും, സീതയെ കണ്ടോ, ഞാൻ പറഞ്ഞു വരട്ടെ, ഞാനിതൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് വലിച്ചു നീട്ടുന്ന ഒരു രീതി നമുക്കുണ്ടെങ്കിൽ അതല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. കൃത്യമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ചുരുങ്ങിയ ഭാഷയിലും കാര്യങ്ങളെ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചുരുങ്ങിയ ഭാഷയിലും കേൾക്കാൻ ഇരിക്കുന്ന ആൾക്കാരുടെ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് RCM സോ സിമ്പിൾ എന്ന് പറയുന്നതും എന്നാൽ നോട്ട് ഈസി എന്ന് പറയുന്നത്. RCMനെ സോ സിമ്പിൾ ആക്കണമെങ്കിൽ ഈ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് നേടേണ്ടിയിരിക്കുന്നു. അത് അങ്ങനെ വരുമ്പോൾ എന്താണ് RCM സിമ്പിൾ ആവുന്നതിന്റെ കാര്യം? അവിടെ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. RCMൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്, സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതിന് RCM എന്ന പ്രസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യാതൊരു റിസ്കും ഇല്ലാതെ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികപരമായോ മറ്റു മാനസികപരമായോ ഉള്ള ഒരു തരത്തിലുമുള്ള ഒരു റിസ്ക് ഇല്ലാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു കാര്യത്തിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷപ്രദമായ ഒരു ജീവിതത്തിലൂടെ ഒരു തൊഴില് കഷ്ടപ്പെട്ടല്ലാതെ ഇഷ്ടപ്പെട്ട് നമുക്കൊരു തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് RCM എന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇഷ്ടപ്പെട്ട് നമ്മൾ നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആരോഗ്യം നേടിക്കൊണ്ട്, ആരോഗ്യം നേടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു വരുമാനം നേടാൻ, നിങ്ങൾക്ക് സാമ്പത്തികമായി ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾ കുറച്ച് സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങൾ നേടാമെന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് സാധിക്കുന്നത്. അതുപോലെ എന്താണ് RCM ഉള്ളത്? നിത്യോപയോഗ സാധനങ്ങളാണ്. ഒരു മനുഷ്യനും വേണ്ടാത്ത സാധനങ്ങളല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ട സാധനങ്ങളാണ്. എന്താ പറയുക, ഭക്ഷണം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, കുളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പല്ല് തേക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ചെരുപ്പിടുന്നവരെ സംബന്ധിച്ചിടത്തോളം, വീട് പെയിന്റ് അടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം വേണ്ട പ്രസ്ഥാനമാണ് RCM എന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇനി ഇതിന് വിഘാതമായി നിൽക്കുന്ന കാര്യമാണ്, അതാണ് നോട്ട് ഈസി എന്ന് പറയുന്നത്. അവിടെയാണ് വ്യത്യസ്തരായ ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മളെന്തുമാത്രം വ്യത്യസ്തനായിരിക്കുന്നു എന്നതുപോലെ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളവരും വളരെയേറെ വ്യത്യസ്തരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വ്യത്യസ്തത മനസ്സിലാക്കാതെയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒറ്റയടിക്ക് പറയുന്നത് പലപ്പോഴും. അത് ഒരു പക്ഷേ ഫലത്തിൽ കണ്ടെന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് RCM നോട്ട് ഈസി എന്ന് പറയുന്നത്. അതേസമയം നമ്മളെ കേൾക്കാനുള്ള ആൾക്കാരെ മനസ്സിലാക്കി, അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി, അവരുടെ കപ്പാസിറ്റി മനസ്സിലാക്കിയാണ് പറയുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ RCMനെ അവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം
ഇന്ന് വ്യത്യസ്ത ശീലങ്ങളുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ശീലങ്ങൾക്ക് അടിമപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ശീലങ്ങളിൽ നിന്ന് മാറാൻ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പോലും മാറാൻ ബുദ്ധിമുട്ടുള്ളവരാ, വൈമുഖ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവര്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കുക. അപ്പം ആ ഒരു തരത്തിലും ഈ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം വ്യത്യസ്തമായ ശീലങ്ങളുള്ളവരാണ്. എന്താ പറയുന്നത്, ആ ശീലങ്ങളെ, ഹാബിറ്റുകളെ ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പുതിയ നല്ല RCMന്റെ ശീലങ്ങളിലേക്ക് വരാൻ പറ്റുന്നവരെ പരമാവധി എത്തിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇവരെ മനസ്സിലാക്കിക്കൊണ്ട് RCM നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ RCM സോ സിമ്പിൾ ആകും. അല്ലെങ്കിൽ ഈസി അല്ലാതെ അത് തുടരുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തർക്കും അത് ഈസി അല്ലാതെ പോകുന്നതിന്റെ കാര്യം കൃത്യമായി നമുക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും, ഞാൻ ഉൾപ്പെടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുമ്പോഴും പലപ്പോഴും അത് സ്വീകരിക്കാതെ, ഞാൻ പറയുമ്പോഴും അത് എല്ലാവരും സ്വീകരിക്കാതെ വരുന്നതിന്റെ കാര്യം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അല്ല അവർക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിന്റെ കാര്യം. അല്ലാതെ RCMന്റെ കുഴപ്പമല്ല. RCM എന്ന് പറയുന്നത് 100% ആൾക്കാർക്കും ആവശ്യമുള്ള കാര്യമാണ്. അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു പക്ഷേ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്ന ആൾക്കാർ എല്ലാവരും RCMലേക്ക് പറയുന്ന രീതിയിൽ വരാത്തതിന്റെ കാരണം അത് മാത്രമാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ അതിനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുക, അതിനുള്ള പ്രാവീണ്യം നേടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അതിൽ ചെയ്യാനുള്ള കാര്യം. അത് my life changed when I understand this. ഇത്തരം കാര്യങ്ങളെ ഒന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക്, ഏതൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ നമ്മൾ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ നെഗറ്റീവുകളെയും അത് വ്യക്തികളായിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ ആരിൽ നിന്നും അകന്നു മാറേണ്ടത് അത്യാവശ്യമാണ്. അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നെഗറ്റീവ് പറയുന്നവരിൽ നിന്ന് നമുക്ക് അകന്ന് മാറണം. നമുക്കൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ലക്ഷ്യങ്ങൾ നേടാൻ നമ്മൾ എന്താ പറയുന്നത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നിന്നുള്ള പ്രയാണത്തിൽ വിഘാതമായി നിൽക്കുന്ന ഏതൊരു കാര്യത്തിൽ നിന്നും അകന്ന് മാറണം നമ്മൾ. അത് വ്യക്തികളായിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ നമ്മൾ എന്താ പറയുന്നത് ചെയ്യേണ്ട കാര്യം, കഴിഞ്ഞു പോയ കാര്യങ്ങളെ, അത് നല്ലത് ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ഇതിനെയെല്ലാം നമ്മൾ മറന്നു കളയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് മാത്രമേ പുതിയ തുടക്കത്തിന് സാധ്യമാകൂ. അപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഫോർഗീവ് പാസ്റ്റ് എന്നാണ് പറയുന്നത്, അതിനെ നമ്മൾ മറന്നു കളയണം. അപ്പൊ നെഗറ്റീവ് കാര്യങ്ങൾ അകന്നു നിൽക്കണം. അതുപോലെ തന്നെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താ പറയുന്നത്, കണ്ണുവടച്ചുള്ള ഒരു പ്രയാണമല്ല ആവശ്യം. നമ്മളുടെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നമുക്ക് നമ്മുടെ നേരെ ഒരു കണ്ണാടി പിടിച്ചുകൊണ്ട് നമ്മളിൽ നിന്നും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന ഒരു വിശകലനം, ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ നടത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മിസ്റ്റേക്കുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് കുറച്ചുകൂടെ സുഗമമാക്കാം, കുറച്ചുകൂടെ എന്താ പറയുന്നത് വിജയകരമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ മിസ്റ്റേക്കുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ആ മിസ്റ്റേക്കുകളെ തിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് കൂടുതൽ സാധിക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു പുതിയ തുടക്കം കുറിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കിക്കൊണ്ട് RCM എന്ന ഈ പ്രസ്ഥാനത്തെ, RCM എന്ന ഈ വലിയ ഏറ്റവും നല്ലൊരു ആശയത്തെ, ആരോഗ്യം നൽകുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പത്തായ ആരോഗ്യമെന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ആശയത്തെ, ഒപ്പം രാജ്യത്തെ ജനങ്ങളുടെ ഓരോരുത്തർക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി നേടിക്കൊടുക്കുന്ന സ്വാശ്രയത്വം എന്ന ആശയത്തെ, ഒപ്പം സ്ത്രീ ശാക്തീകരണം എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം, ആ
കാര്യങ്ങളെല്ലാം സാധ്യമാകുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ആ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പരമമായ RCMന്റെ ലക്ഷ്യമായിട്ടുള്ള നവഭാരത നിർമ്മാണം, പുതിയ രാജ്യത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ള ആ ഒരു പരമമായ ലക്ഷ്യം. ഈ ഒരു 3 കാര്യങ്ങൾ സാധ്യമാകുമ്പോൾ അതിനോടനുബന്ധമായ മറ്റ് ലക്ഷ്യങ്ങളും ഒക്കെ RCMന്റെ സാധ്യമാകുമ്പോൾ സംഭവിക്കുന്നതാണ് നവഭാരത നിർമ്മാണം. അതിനായി നമുക്ക് എത്തിക്കാം. നമുക്ക് ഓരോരുത്തർക്കും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ട് അറിവില്, ആരോഗ്യത്തില്, സമ്പന്നതയില്, സന്തോഷത്തില് ഒക്കെ ഓരോരുത്തരെയും നമ്മൾ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ട് ഓരോരുത്തരെയും നമ്മളോടൊപ്പം ചേരുന്നവരെ അഭിവൃദ്ധിപ്പെടാൻ നമുക്ക് സഹായിച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് ഒരു ടീമായി പ്രവർത്തിച്ചുകൊണ്ട് നമുക്കതിന് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന റജിമോൻ സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.